യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും നമ്മൾ ഒരുപാട് പേരും ആദ്യം ഓടിയെത്തുന്ന ഒരിടമുണ്ട്, വിശുദ്ധ ഗ്രന്ഥം. ഏത് പ്രതിസന്ധികളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിനടുത്തൊന്ന് ഓടിയെത്തി അതൊന്ന് തുറന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരാശ്വാസമുണ്ട്. നമ്മളിൽ ഏറെ പേരും ആ ആശ്വാസം സ്വന്തം ജീവിതത്തിൽ തന്നെ അനുഭവിച്ചറിഞ്ഞവരാവും. വചനത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ജീവിതത്തിന് ലഭിക്കുന്ന ഒരു ധൈര്യം. ഷേമ ഇസ്രായേലിൻ്റെ ഓരോ എപ്പിസോഡുകളും നമുക്ക് നൽകുന്നതും വചനത്തോടുള്ള ഈ ഒരു അഭിനിവേശം തന്നെയാണ്. ഇന്നത്തെ അധ്യായത്തിലും ഒരു തിരുവചനത്തിലൂടെയാണ് നാം കടന്നു പോവുക. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുന്ന പ്രതികൂല അവസ്ഥകളിലൊക്കെയും ദൈവത്തിൻ്റെ കാരുണ്യം നമ്മെ താങ്ങി നിർത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരികയാണ് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്ത്. തിരുവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എനിക്ക് ഒരു 4-5 മാസം മുമ്പ് നെഞ്ചിന് വേദന ഉണ്ടായി, അത് കഠിനമായ ശ്വാസം മുട്ടലും ഉണ്ടായി. ആ സമയത്ത് ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഡോക്ടർ പറഞ്ഞു 4-5 ബ്ലോക്ക് കാണും, ICG വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കരമായി സങ്കടപ്പെടുകയും വല്ലാതെ ടെൻഷനാവുകയും ചെയ്തു. ഞാൻ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കർത്താവിനെ അനുഗ്രഹിച്ചു. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷേമ ഇസ്രായേലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും വലിയ സ്നേഹത്തോടെ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. തകർന്നുപോയിരിക്കുന്ന, അതുപോലെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നുണ്ടെങ്കിൽ ശക്തമായൊരു വചനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഇപ്പോൾ കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കാൻ പറ്റിയാൽ അവിടെ ദൈവം നമ്മൾ ഉയർത്തുമെന്നുള്ള സന്ദേശം വചനത്തിലൂടെ സ്വീകരിക്കാൻ ഒരുങ്ങാം. കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം സങ്കീർത്തകൻ്റെ പുസ്തകം 57-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. സങ്കീർത്തനം 57 1-ാമത്തെ വചനം. അതിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ച് കേൾക്കുക. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. സങ്കീർത്തകൻ വിളിച്ചു പറയുന്ന വലിയൊരു ആത്മീയ മർമ്മം പറയുകയാണ്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നു.
ഇത് ശരിക്കും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ, ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ കടന്നു വരുന്ന രോഗങ്ങളാകാം, സാമ്പത്തിക തകർച്ചകളാകാം, അപ്രതീക്ഷിതമായിട്ട് അടിക്കുന്ന നമ്മുടെ കുടുംബത്തിലോ മക്കളുടെ ജീവിതത്തിലോ നമ്മുടെ ജോലി മേഖലകളിലോ പഠന മേഖലകളിലോ പരാജയങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, എന്തും ജീവിതമാകുന്ന നൗകയിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് എന്തുമായിക്കൊള്ളട്ടെ, വചനം പറയുന്നു നമ്മുടെ ജീവിതത്തിൽ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്, അതായത് കൊടുങ്കാറ്റ് വരുമ്പോൾ വിനാശമാണ്, നാശം അടിച്ചെല്ലാം തകർക്കും. ഒരുവൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കുന്നെന്ന് പറയുന്നതിന് എല്ലാം തകർന്നച്ചോ എന്ന് പറയുന്നതിന് അർത്ഥമാണ്. ഈ കൊടുങ്കാറ്റടിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പതറിപ്പോകാറുണ്ട്. കുറച്ച് നേരം അടിച്ചു കഴിയുമ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പോയി അച്ചോ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലച്ചോ, അതുപോലെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു നേരമൊക്കെ പിടിച്ചു നിന്നിട്ട് പിന്നെ കൊടുങ്കാറ്റിൻ്റെ ശക്തി കൂടുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിൽ കർത്താവിൽ ശരണം പ്രാപിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. ഇവിടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. ഒത്തിരി ജീവിത പ്രശ്നങ്ങൾ മാറാനും ഒത്തിരി പേരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പിന്നിൽ പിടിച്ചു നിൽക്കാനൊക്കെ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി പ്രിയപ്പെട്ടവരെ. ഏത് തകർച്ച, അതുപോലെ കൊടുങ്കാറ്റ്, എല്ലാവരുടെയും ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ അനുഭവം പേറേണ്ടവരാണ് ഞാനും നിങ്ങളും. ഇത് ഗ്യാരണ്ടിയാ. ഈ വചനം പറയുന്ന ഞാനും എന്നെ ശ്രമിക്കുന്ന നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്നലകളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കൊടുങ്കാറ്റിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയിട്ട് അതിൽ പതറിപ്പോയവരുണ്ടാകാം. പരിശുദ്ധാത്മാവ് പറയുന്നു പതറിപ്പോകാൻ സാധ്യതയുള്ളവരുണ്ടാകാം. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു, ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം നീ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുക. ചിലരുണ്ട്, അച്ചോ ഞാൻ IELTS എഴുതി 5 പ്രാവശ്യം തോറ്റുപോയി, എല്ലാം ഒരു വിഷയത്തിന് തന്നെ തോറ്റുപോകുന്നത്, 6.5 മാർക്ക് തോറ്റുപോവുക, എന്നാ ചെയ്യേണ്ടച്ചോ, ഞാൻ മടുത്തച്ചോ, എനിക്കിപ്പോൾ നിരാശ. ഈ ഒരു കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ തന്നെ അഭയം പ്രാപിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പാളിച്ചകളെക്കുറിച്ച് അച്ഛൻ പറയാതെ തന്നെ പലരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലാണ് ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അടിക്കുന്നത് നമുക്കറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, കൊടുങ്കാറ്റ് എപ്പോൾ വേണമെങ്കിലും അടിക്കാം. 1. 2, കൊടുങ്കാറ്റൊന്നും വലിയ നീണ്ടു നിൽക്കുന്നതല്ല, അല്ലേ? പെട്ടെന്ന് വന്ന് അപ്പോൾ പെട്ടെന്ന് നമ്മൾ പൊക്കോളും. ഏതായാലും കൊടുങ്കാറ്റ് നിലനിൽക്കുന്നതല്ല. അപ്പം അതുപോലെ ചില ജീവിതത്തിൻ്റെ തകർച്ചകളുടെ, ജീവിതത്തിൻ്റെ വേദനകളുടെ ഒക്കെ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുക, ഏറ്റെടുക്കുക, ഈ വചന ഹൃദയത്തിൽ അങ്ങോട്ട് സ്വന്തമാക്കുക. ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ കർത്താവിനെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും ഓടി അവിടെ ചെന്ന ഇവിടെ ചെന്ന അയാളുടെ അടുത്ത് കയറിയ നടക്കുന്നു ചിന്തിക്കരുത്. കർത്താവിനെ മുറുകെ പിടിച്ചോളണം. അല്ലെങ്കിൽ ഒരു എത്രയോ പേര് പ്രിയപ്പെട്ടവരെ കാരിസ്മയിൽ വന്നിരിക്കുന്നു, ഇതുപോലെ അങ്ങോട്ട് അസ്വസ്ഥതകൾ കയറിയിട്ട് ഇനിയിപ്പോൾ ചത്താൽ മതി, എനിക്കിനി ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ മതി, അതല്ലാതെ വേറെ പോംവഴിയൊന്നുമില്ല അച്ചോ. കാരണം എന്താ? സാമ്പത്തിക മേല അതുപോലെ തകർന്നു പോയി ഒരു കാരണം. പിന്നെയോ മക്കളൊക്കെ ഇങ്ങനെ വഴിവിട്ട ജീവിതത്തിലേക്ക് പോവുക. പിന്നെയോ ജീവിത പങ്കാളി ഇത്രയും നാളായി പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്നിട്ട് വലിയ മാറ്റമൊന്നുമില്ല, അയാളുടെ കൂടെ താമസിക്കാൻ പറ്റിയല്ലോ അച്ചോ, അത്ര അസ്വസ്ഥയാണ്. അല്ലെങ്കിൽ ചില ജീവിതത്തിൻ്റെ പരാജയങ്ങൾ, ഒന്നെഴുതി തോറ്റുപോയി, വീണ്ടും എഴുതി പരാജയപ്പെട്ടു. നമ്മളിങ്ങനെ മാനസികമായ ഒരു സംഘർഷത്തിലേക്ക് പിശാച് നമ്മളെ കടത്തിക്കൊണ്ടുപോകും. ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാമെന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരു വൈകാരിക ആഗ്രഹം കൂടിയാണ്.
ആവശ്യം കൂടിയാണ്. അപ്പോൾ ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ ഏതെങ്കിലും കച്ചിത്തുരുമ്പ് പിടിച്ചുകൊണ്ട് നിന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവിലല്ലാതെ വേറെ ആരെയും പിടിക്കരുതെന്നും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലല്ലാതെ വേറെ എങ്ങും നമ്മൾ ഒളിച്ചിരിക്കരുതെന്ന് വചനം പറയുന്നത്. അവിടെ മാത്രമേ അഭയമുള്ളൂ. ഈ പ്രശ്നങ്ങൾ അടിക്കുമ്പോൾ നീ കർത്താവിലൊന്ന് അഭയം തേടിക്കേ, കർത്താവിലൊന്ന് ആശ്രയിച്ച് അവൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടിയിട്ട് അവൻ പറയുന്നൊന്ന് കേട്ടെ, മോളെ ശാന്തമാകുക, മകനെ വെയിറ്റ് ചെയ്. ഒരു അനുഗ്രഹമുണ്ട്. ഇത് കേൾക്കാൻ നമുക്ക് പലപ്പോഴും പറ്റുകയില്ല. അപ്പം ഈ കൊടുങ്കാറ്റിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പ്രിയപ്പെട്ട വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നു, ശരണം എന്ന് പറയാ. ഈ കൊടുങ്കാറ്റ് കടന്നു പോകുന്നത് വരെ. കൊടുങ്കാറ്റ് 5 മാസം നിൽക്കും, 5 വർഷം നിൽക്കാം, 10 വർഷം നിൽക്കാം. എത്ര നാൾ കൊടുങ്കാറ്റ് നിന്നെന്ന് പറഞ്ഞാലും വചനം പറയുന്നു, ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കും. ഇതാണ് ആത്മീയ ജീവിതം. ഇതാണ് ആത്മീയ കരുത്തുള്ളവൻ്റെ തീരുമാനങ്ങളും പ്രവൃത്തിയും. ഒരു അഭിഷേകമുള്ളവൻ്റെ പ്രവൃത്തി ഇതാണ്. അഭിഷേകമില്ല നിനക്ക്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ പരിപാടി അവസാനിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നീ കലാപരിപാടികളൊക്കെ അവസാനിപ്പിക്കുന്നേ. ദൈവത്തിലുള്ള ആശ്രയത്വം നിർത്തും, ദൈവത്തെ വിളിക്കുന്ന നിർത്തും, പ്രാർത്ഥിക്കുന്ന നിർത്തും, പള്ളിയിൽ പോകുന്ന നിർത്തും. എന്തോരം പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛൻ ഞാനിപ്പോൾ പള്ളിയിലും പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ധ്യാനത്തിനും പോകുന്നില്ല, ആരും എന്നെ ഇനിയിപ്പോൾ ധ്യാനത്തിന് വിളിക്കുകയും വേണ്ട. കാരണം എന്നാ? 2-3 ധ്യാനം കൂടിയതാ. എന്നിട്ടും ഇപ്പം 30 വയസ്സായി, 3 വർഷമായി ഞാൻ എൻ്റെ കല്യാണക്കാര്യമായിട്ട് നടക്കുന്നു. ഇപ്പം 30-31 വയസ്സായി, എന്നിട്ട് ഒരു കല്യാണവും വരുന്നില്ല, ഒന്നോട്ട് ശരിയാകുന്നില്ല. അതുകൊണ്ട് ഇനി എന്നെ പള്ളിയിൽ പോകുന്ന കാര്യത്തിന് നിർബന്ധിക്കണ്ട, പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് നിർബന്ധിക്കണ്ട, ഇങ്ങനെ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ ആരും പുറകെ നടക്കണ്ട. ചിലർ പറയുന്ന ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം നീ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കണം. ഇടയ്ക്ക് വെച്ച് കർത്താവിനെ വിടരുത്. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്, അത് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിച്ചാലേ ആ ക്ഷേമത്തിനുള്ള പദ്ധതി വെളിപ്പെടൂ. സ്വർഗം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തുടർന്ന് കൈപിടിച്ചുയർത്തണമെങ്കിൽ, സ്വർഗത്തിൻ്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ നീ ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് തീരുന്നത് വരെ അവൻ്റെ ചിറകിൽ മാത്രമേ അഭയം പ്രാപിക്കാവൂ. ഭാരപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്, നിരാശപ്പെടരുത്, എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കരുത്, എനിക്കിനി രക്ഷയില്ല എന്ന് പറയരുത്, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയരുത്, പരാതി പറയരുത്, പരിഭവം പറയരുത്, ആകുലപ്പെടരുത്, സ്വയം ശപിക്കരുത്. ആ പ്രശ്നത്തിൻ്റെ ഒക്കെ നടുവിൽ മോനെ നീ ഇപ്പോൾ കടന്നു പോകുന്ന നിന്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റെന്നാ? എന്താ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്? നിനക്ക് പിടിച്ചു നിൽക്കാൻ അല്ലെ? കൊടുങ്കാറ്റ് പിടിച്ചു നിൽക്കാനൊന്നും പറ്റിയല്ല. ചെറിയ ആടിയുലയെന്ന മരത്തെ തൂങ്ങി നിന്നാ പിടിച്ചു നിന്നാ, വള്ളിയിൽ വെറുതെ തൂങ്ങി നിന്നാ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പിടിച്ചു നിൽക്കാൻ നമ്മളും പോവും, വള്ളിയും പോവും, എല്ലാം പോവും കൊടുങ്കാറ്റാണെങ്കിൽ അല്ലേ? ഇപ്പൊ പാറയാകുന്ന ക്രിസ്തുവിൻ്റെ മേൽ നമ്മൾ ഇങ്ങനെ വട്ടം പിടിച്ചോളാം. ഈശോ കൊടുങ്കാറ്റടിക്കുമ്പോൾ വേറെ ആരെ പിടിക്കാൻ പോയിക്കരുത്, കർത്താവിനെ അങ്ങോട്ട് മുറുകെ പിടിച്ചോളാം, ദൈവത്തെ അങ്ങോട്ട് മുറുകെ പിടിച്ചോളാം. നിന്റെ പേരിന് കളങ്കം വരുമ്പോൾ, ജീവിതത്തിൽ അതുപോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, തിരസ്കരണങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ആരുമില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിൽ തണ്ടാൻ നിൽക്കരുത്. ലോകം സ്നേഹിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇനി ആരെങ്കിലും സ്നേഹിക്കുന്ന ആരെങ്കിലും കിട്ടോ എന്ന് അന്വേഷിച്ച് നടക്കരുത്. കർത്താവിൻ്റെ സ്നേഹത്തെ കെട്ടിപ്പിടിക്കണം. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ അഭയം തേടണം. ഈ വിനാശം തകർച്ച അങ്ങോട്ട് വരുമ്പോൾ, ഈ വിനാശം അടിക്കുമ്പോൾ, അല്ലെങ്കിൽ വിനാശത്തിന് കൊടുങ്കാറ്റടിക്കുമ്പോൾ നഷ്ടങ്ങളുണ്ടാകും. പല നഷ്ടങ്ങൾ, മക്കൾ നഷ്ടപ്പെടാം, ജീവിത പങ്കാളി നഷ്ടപ്പെടാം, സാമ്പത്തിക മേഖല നഷ്ടങ്ങളുണ്ടാകാം, ജോലി മേഖലയുള്ള സാധ്യതകൾ നഷ്ടങ്ങളുണ്ടാകാം, ഭാവിയെക്കുറിച്ചുള്ള നിന്റെ സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമാകാം. അപ്പോഴൊക്കെ എന്നാ ചെയ്യേണ്ടതെന്ന് വചനം പറയുന്നു, കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അവനെ അങ്ങോട്ട് മുറുകെ പിടിച്ച് അങ്ങോട്ട് നിൽക്കുക, വിടരുത്.
അവനെ വിട്ടാൽ നിന്റെ ജീവിതം പോവും. പിന്നെ നീ എത്തി നിൽക്കാൻ പോകുന്ന ഒന്നില്ലെങ്കിൽ സൂയിസൈഡിൻ്റെ അറ്റത്ത്, ആത്മഹത്യയെക്കുറിച്ച് നീ ചിന്തിക്കും. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിശുദ്ധി അപ്പാടെ കളയുന്ന അവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ തകർക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നീ കടന്നു ചെല്ലും. ആത്മീയ ജീവിതത്തിൻ്റെ അധപ്പതനത്തിലേക്ക് വരെ നീ കടന്നു പോകാം. അതുകൊണ്ട് ദൈവപൈതലേ, നീ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ, ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ചേർത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നീ ചേർത്ത് നിന്നെ തന്നെ അങ്ങോട്ട് പിടിക്ക്. ഈ കൊടുങ്കാറ്റ് കടന്നു പൊക്കോളും. കൊടുങ്കാറ്റ് കടന്നു പൊക്കോളും. നിന്റെ ജീവിതത്തിൽ അല്പം നഷ്ടങ്ങളും വേദനകളും തകർച്ചകളും ദുഃഖങ്ങളും സമ്മാനിച്ചിട്ട് ഈ കൊടുങ്കാറ്റ് അങ്ങോട്ട് കടന്നു പോകുമ്പോഴും ഈ കൊടുങ്കാറ്റ് അടിക്കുമ്പോഴും നീ ഇങ്ങനെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ തന്നെ മുറുകെ ചേർന്ന് നിന്നോളണം. അപ്പോൾ സംഭവിക്കുന്ന കാര്യം വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ പിടിച്ചു നിൽക്കേണ്ടത് എന്ന് വരെ ചിലർ അച്ചോ എത്ര നാളെന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുന്നത്, എത്ര നാളെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നത്, എത്ര നാളെന്ന് വെച്ചാൽ സഹിക്കുന്നത്, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്നത്, ഒന്നും അങ്ങനെ ശരിയാകുന്നില്ല. ഇനി എത്ര നാളാണ് ദൈവത്തെ വിളിക്കണ്ടേ? അച്ഛൻ പറ, എത്ര നാളിനി പ്രാർത്ഥിക്കണം? ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം കർത്താവിൽ അഭയം തേടണം. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, അങ്ങനെ ചെയ്താൽ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. കേട്ടോ, എന്നിട്ട് നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തെ അങ്ങോട്ട് വിളിക്കുമ്പോൾ വചനം കൂട്ടിച്ചേർക്കുകയാണ്, അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നും സഹായമയച്ച് എന്നെ രക്ഷിക്കും. അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നും സഹായമയച്ച് എന്നെ രക്ഷിക്കും. കാരണം എന്താ? ഞാൻ അപ്പോഴും കർത്താവിൽ അഭയം തേടി നിൽക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുക, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ തന്നെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കും, ശരീരത്തിന് വില പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്തു മാറ്റണേ. സ്വർഗം നിശബ്ദമാ, കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ ജീവിതത്തിൽ. അതുപോലെ വേദനയാ, അതുപോലെ നൊമ്പര ഭാരപ്പെടുക ഈശോ കൂട്ടിച്ചേർത്തു. എങ്കിലും ഞാൻ ഇപ്പോഴും നിന്നോട് ചേർന്നിരിക്കുക, അപ്പാ നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി ഈശോ ശുശ്രൂഷിച്ചു. അപ്പൊ ജീവിതത്തിന്റെ കൊടുങ്കാറ്റിന്റെ നടുവിലും കർത്താവിനോട് ചേർന്ന് അവന്റെ ചിറകിന്റെ കീഴിൽ അഭയം പ്രാപിച്ച വചനം പറയുന്നു, സ്വർഗത്തിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും, സ്വർഗത്തിന്റെ അഭിഷേകം വ്യാപരിക്കും, സ്വർഗത്തിന്റെ കൃപ നിന്നിലേക്ക് ഒഴുകും, സ്വർഗത്തിന്റെ അനുഗ്രഹം നിന്നിലേക്ക് വർഷിക്കപ്പെടും. സ്വർഗത്തിന്റെ ദൂതൻ തക്ക സമയത്ത് നിനക്ക് നിന്നിലേക്ക് കടന്നു വന്ന് നിന്നെ ശുശ്രൂഷിക്കും, നിന്നെ അനുഗ്രഹിക്കും. ഈ വചനത്തിന്റെ സന്ദേശം സ്വന്തമാക്കാം. ജീവിതത്തിന്റെ കൊടുങ്കാറ്റിൻ്റെ അനുഭവത്തിൽ പാതി വഴിക്ക് കർത്താവിനെ വിട്ടിട്ട് പോകേണ്ടവരല്ല നമ്മൾ. മുഴുവൻ സമയം അവൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കാൻ സ്വർഗം നമ്മളെ ക്ഷണിക്കുകയാണ്. തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ ഈ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ, ഈ ഒരു തീരുമാനമെടുത്ത് ജീവിക്കാൻ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നു വരുന്ന ആരാധനയിൽ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നോക്കി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിക്കാം. വലിയ സ്നേഹത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഇറക്കി വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ ഇറക്കി വയ്ക്കാനുള്ള ഇടം. ഇവിടെയാണ് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം, ഇവിടെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം.
നമ്മൾ അനുഭവിക്കുന്ന കൊടുങ്കാറ്റുകൾ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റ് അനുഭവങ്ങൾ, ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ കൈപിടിക്കാൻ, കരം പിടിക്കാൻ നമുക്കുള്ള ഏക ഇടം എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത്. ആ സാന്നിധ്യം നിന്നെ ഇപ്പോൾ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. ഈശോയുടെ സാന്നിധ്യം നിൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയുടെ സാന്നിധ്യത്തിൽ നീ ആയിരിക്കുമ്പോൾ നിൻ്റെ നിയോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപ ഒഴുകി ഇറങ്ങുന്ന സമയമാണ്. അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കുക. വചനത്തിൽ നമ്മൾ കേട്ടു, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ഇവിടെ ഏതെങ്കിലുമൊക്കെ കൊടുങ്കാറ്റിൻ്റെ അനുഭവത്തിലാണോ നീ കടന്നു പോകുന്നത്? ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലാണോ നീ നിൽക്കുന്നത്? അതുപോലെ ഭാരപ്പെട്ട്, അതുപോലെ വിഷമിച്ച്, അതുപോലെ ചങ്കുലയ്ക്കുന്ന ജീവിതത്തിൻ്റെ നൊമ്പരത്തിൻ്റെ നടുവിലാണോ നീ നിൽക്കുന്നത്? മുന്നോട്ട് പോകാൻ പറ്റണില്ല, പ്രതീക്ഷയ്ക്ക് ഒരു വകുപ്പുമില്ല, പ്രത്യാശ അപ്പാടെ നഷ്ടപ്പെട്ടു, മക്കൾ കൈവിട്ടു പോയി, ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിലുകളായി, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അതുപോലെ തകർന്നടിഞ്ഞു, ഭാവി ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി. ഒരവസ്ഥയിലാണോ നീ നിൽക്കുന്നത്? എന്തുമായിക്കൊള്ളട്ടെ, ഈ പ്രശ്നങ്ങൾ, ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് നിന്നെ വിട്ടുപോകുവോളം എന്നുവരെ നീ അനുഭവിക്കേണ്ടി വരുന്നു. ഏത് നിമിഷം വരെ ഈ കൊടുങ്കാറ്റിൻ്റെ അനുഭവം നിന്നെ ഉലയ്ക്കുന്നു. അപ്പോഴൊക്കെ വചനത്തിലൂടെ നമ്മൾ കേട്ടതുപോലെ കർത്താവിൽ അങ്ങോട്ട് ആശ്രയിക്കുക, കർത്താവിനോട് അങ്ങോട്ട് ചേർന്ന് നിൽക്കുക. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിട്ടുപോവുകയല്ല ചെയ്യേണ്ടത്. ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ചേർന്നിരിക്കുകയോ ചെയ്യേണ്ടത്. കർത്താവെ, ഇന്നലകളിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ആഞ്ഞടിച്ചപ്പോൾ, ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയോ, ദൈവത്തെ നിഷേധിക്കുകയോ, ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, പ്രശ്നങ്ങളുണ്ടായപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ, സഹനങ്ങൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ, തടസ്സങ്ങൾ വന്നപ്പോൾ ഞങ്ങളങ്ങനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒന്ന് മാറിപ്പോകാൻ പരിശ്രമിച്ചിട്ടുണ്ട്, അങ്ങ് ഞങ്ങളുടെ കൂടെ വേണ്ട എന്ന് ബോധപൂർവ്വം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങേക്ക് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്തിട്ടുണ്ട്. ദൈവമേ, സത്യദൈവത്തെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മനോവേദനയോടെ കരങ്ങൾ രണ്ടൊന്ന് തുറന്നു പിടിച്ച് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, അവിടുത്തെ കരുണ വർഷിക്കപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളും ഇപ്പോൾ ഞങ്ങൾ അടിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊടുങ്കാറ്റിൻ്റെ അനുഭവം ഇവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ തളർച്ചകൾ, തകർച്ചകൾ ഇവരുടെ ജീവിതത്തെ അതുപോലെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇവരുടെ കുടുംബ ബന്ധങ്ങളിൽ അതുപോലെ അസമാധാനവും അസ്വസ്ഥതയും നിഴലിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കണമേ. ഇവരുടെ കൊടുങ്കാറ്റ് അനുഭവത്തിൽ അങ്ങയോട് ചേർന്നിരിക്കുവാനുള്ള അഭിഷേകം ഇപ്പോൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. തകർന്നു പോകാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ, മനം ഭാരപ്പെടാതിരിക്കാൻ, വിശ്വാസം തകരാതിരിക്കാൻ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പരിശുദ്ധാത്മാവേ, പ്രത്യാശ നൽകുന്ന ആത്മാവേ, ഇപ്പോൾ ഇവിടെ ഹൃദയങ്ങളെ വീണ്ടെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ അനുഭവത്തിൽ ഈ മക്കളുടെ മനസ്സിൽ പിശാച് കുത്തിവെക്കുന്ന എല്ലാ ചിന്തകളും അഴിയട്ടെ. നിരാശയുടെ ചിന്തകൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ആകുല ചിന്തകൾ ഇപ്പോൾ അഴിയട്ടെ. അനാവശ്യമായ ആത്മഹത്യാ ചിന്തകൾ യേശുനാമത്തിൽ അഴിയട്ടെ. സ്വയം ശപിക്കുന്ന തീരുമാനങ്ങൾ യേശുനാമത്തിൽ ഈ മക്കളിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവസ്നേഹത്തിനെതിരെ പിറുപിറുക്കുന്ന പ്രവണത കർത്താവിൻ്റെ നാമത്തിൽ ഇല്ലാതാകട്ടെ. അന്ധവിശ്വാസങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ജീവിതത്തിൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ യേശുനാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, അങ്ങയുടെ സ്നേഹം ഇപ്പോൾ ഇവരുടെ ഹൃദയങ്ങളെ ചൂടുപിടിപ്പിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധമായ സ്നേഹം, നിലനിൽക്കുന്ന സ്നേഹം, ശാശ്വതമായ സ്നേഹം, എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഈശോയുടെ സ്നേഹം, കാൽവരിയിൽ അങ്ങ് വെളിപ്പെടുത്തിയ ആ സ്നേഹം ഇപ്പോൾ ഇവരുടെ ഹൃദയങ്ങളെ ചൂടുപിടിപ്പിക്കട്ടെ. പ്രശ്നങ്ങളുടെ നടുവിൽ ആ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്നിരിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. കരങ്ങൾ രണ്ടും മാറോടൊന്ന് ചേർത്ത് പിടിച്ച് നിൻ്റെ മനസ്സിൻ്റെ, നിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും, എല്ലാ വിഷമങ്ങളും കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ്, ഈശോയെ, എനിക്ക് ഇന്ന വേദനകളുണ്ട്, ഇന്ന നൊമ്പരങ്ങളുണ്ട്, അതുപോലത്തെ ജീവിതത്തിൻ്റെ വേദനകളുടെ നടുവിലാണ് കർത്താവെ ഞാൻ നിൽക്കുന്നത്. എത്ര നാളുകളായി ഈ പ്രശ്നം, എത്ര വർഷങ്ങളായിട്ടുള്ള രോഗം, എത്രയോ നാളുകളായിട്ട് എന്നെ അലട്ടുന്ന എൻ്റെ ജീവിത പ്രശ്നം എല്ലാം കർത്താവിന് കൊടുക്കുക. കർത്താവ് നിന്നെ കാണുന്നുണ്ട് മകനെ, നീ ഒറ്റയ്ക്കല്ല, മകളെ നീ ഒറ്റയ്ക്കല്ല. ഇതാ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ലോകാവസാനം വരെ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ സർവശക്തനായ കർത്താവ് ഇതാ നിൻ്റെ കൂടെ ചാരി നിൽക്കുന്ന സമയം ആ സാന്നിധ്യം അനുഭവിക്കുക. ഈശോ കൂടെയുണ്ട്. ഇതാ ഈശോ നിന്നെ ആശീർവദിക്കുന്ന സമയം,
ഈശോ നിൻ്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിനെ ശാസിക്കുന്ന സമയം വിശ്വസിക്കുക. കരങ്ങൾ രണ്ട് തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ കൊടുങ്കാറ്റിനെ കർത്താവിന് കൊടുങ്കാറ്റ് അനുഭവങ്ങളുടെ മേൽ ഇതാ ദൈവകൃപ ഒഴുകുന്ന സമയം എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമകാരുണ്യമേ